ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ഇഫ്താറിനൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് ഈ സ്നാക്സിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും നീളത്തിൽ വേണ്ട, ഓരോന്നും 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മഞ്ഞക്കരുന്ന് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ടും ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മഞ്ഞക്കറി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പൊട്ടാറ്റോയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാത്രം പാകത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇതിന് പകരം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സവാളയുടെ കൂടെ തന്നെ ചേർത്ത് വഴറ്റി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പും കുറച്ചുകൂടെ അധികമുണ്ട് കടലമാവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് വരെയൊക്കെ കടലമാവ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മല്ലിയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ളതായത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് വേണം. അത് അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം അധികം ലൂസായി പോവാതെ കുറച്ച് ടൈറ്റിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പം ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ടൈറ്റ് മതി കേട്ടോ, ലൂസായി പോവാതെ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മഞ്ഞക്കരുവൊക്കെ നീക്കി വെച്ചിട്ടുള്ള മുട്ട എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഹോൾസിലൊക്കെ ഒന്ന് ഫില്ലായി നിൽക്കുന്ന രീതിയിൽ. എന്നിട്ട് കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്താലും മതിയേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉരുളകളാക്കി വെക്കാം ആദ്യം തന്നെ. എന്നിട്ട് ഓരോ എഗ്ഗിൻ്റെ ഹോൾസിലും വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അപ്പം ഞാനിത് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഓരോന്നിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം നല്ല ടൈറ്റിലായിരിക്കണം കേട്ടോ മാവ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ അല്പം മാവ് കൂട്ടിയെടുത്തിട്ട് കോരി നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ആദ്യം ഇട്ട് കൊടുത്തതൊന്ന് നീക്കി കൊടുക്കണേ. എന്നിട്ട് ആദ്യം ഇട്ട് കൊടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രീ ആയി കിട്ടും കേട്ടോ. കൂടുതൽ സമയമൊന്നും വേണ്ട. ഈ പുറം ഭാഗം ഒന്ന് വേവാനല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ. ഇഫ്താറിനൊക്കെയും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായി ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കഴിയും കേട്ടോ ഇത്. ഇതുപോലെ വേറെയും ഇഫ്താർ സ്പെഷ്യലുകളൊക്കെ ചാനലുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.